അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഏറെ വേദനയോടെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇന്നലെയായിരുന്നു നമ്മൾ ഒരു കുടുംബത്തിലെ ചെറിയൊരു മോനടക്കം 4 പേരുടെ മരണം. ഏറെ സന്തോഷത്തോടെ ഉംറ നിർവഹിച്ച് മുത്ത് ഹബീബിന്റെ ചാരത്തേക്ക് മദീനയിലേക്ക് മടങ്ങവേ വഴിമധ്യേ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബം തന്നെ ഇല്ലാതായി. ആ ഒരു വേദന കെട്ടടങ്ങും മുന്നേ ഇതേ ഒരു കുടുംബത്തിലെ 3 ചെറിയ മക്കളടക്കം 4 പേരുടെ മരണം വീണ്ടും സംഭവിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ ഉമ്മത്തിങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബേ, നമ്മളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ജീവിതം ഫാസ്റ്റ് ആയതുപോലെ തന്നെ നമ്മുടെ മരണവും ഫാസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. തീപ്പൊലി പാറുന്നത് പോലെയാണ് ഇപ്പോൾ അപകടം നടന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരം നമ്മൾ എത്തിക്കുന്നത് അപകട മരണം തന്നെയാണ്. നമ്മുടെയൊക്കെ ചെറിയൊരു അശ്രദ്ധ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിക്കുകയാണ്. ഒരു കുടുംബം തന്നെയാണ് ഇല്ലാതാവുന്നത്. ചെറിയ 3 മക്കളെയാണ് മരിച്ച് മലർത്തി കടത്തിയത്. പടച്ച റബ്ബേ, ആ ഒരു കാഴ്ച കണ്ടാൽ ആർക്കാണ് സഹിക്കാൻ പറ്റുക? ഈ ജീവിതകാലം മുഴുവൻ അവർക്ക് മറക്കാൻ പറ്റുമോ? പടച്ച റബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആ കുടുംബത്തിന്. അബുദാബിയിലുണ്ടായ അതിദാരുണമായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ ചെറിയ 3 കുട്ടികളടക്കം 4 പേരുടെ മരണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. മലപ്പുറം തൃപ്പന്നാച്ചി സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെ മക്കളും ഇവരുടെ വീട്ടിലെ ജോലിക്കാരിയുമാണ് മരണപ്പെട്ടത്. ഇവർക്ക് ഈ അപകടം ഉണ്ടാകുന്നത് കളിച്ചും ചിരിച്ചും ഏറെ സന്തോഷത്തോടെ അബുദാബിയിലെ ലിവ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. ലിവ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന ആ വഴിക്കായിരുന്നു ഈ അപകടം നടക്കുന്നത്. അവിടുന്നായിരുന്നു അവരെ മരണം മാടി വിളിച്ചത്. സന്തോഷത്തോടെ ഏറെ പ്രതീക്ഷയോടെ പല സ്വപ്നങ്ങളോടെ മടങ്ങി വരുന്ന ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമോ തൊട്ടു മുന്നിൽ നമ്മുടെ മരണം കിടപ്പുണ്ട് എന്ന്? പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള മരണ വാർത്തകൾ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനുള്ള കാലത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. ജീവനുള്ള കാലത്തെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു ചുരുങ്ങിയ ടൈം നമ്മൾ പരമാവധി മുതലെടുക്കുക. ഇന്ന് ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. ഒരു ഒരുക്കങ്ങളുമില്ലാതെ ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ഓടുന്ന ഓട്ടത്തിലും ആളുകൾ മരണപ്പെട്ടു പോവുകയാണ്. ആ നേരത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. പടച്ച റബ്ബ് നമുക്കൊക്കെ മരിക്കുന്ന നേരത്ത് ഖൽബിൽ ഈമാൻ നിലനിർത്തി തട്ടെ. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഈമാനോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. അബുദാബിയിലെ ലിവ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന ഈ ഒരു കുടുംബം വഴിയിൽ വെച്ച് അപകടമുണ്ടാവുകയും 3 മക്കളടക്കം 4 പേര് മരണപ്പെട്ടിരിക്കുന്നത് അബ്ദുൽ ലത്തീഫിന്റെ മക്കളായ അഷസ് 14 വയസ്സ്, അമ്മാർ 12 വയസ്സ്, അയാഷ് 5 വയസ്സ് എന്നീ ചെറിയ കുരുന്നുകളാണ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഇവര് കൂടാതെ ചമ്രവട്ടം സ്വദേശിയായ വീട്ടുജോലിക്കാരി ബുഷറയുമാണ് ഇവരുടെ കൂടെ മരണപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യ റുക്സാന വടകര സ്വദേശിയാണ്. അബുദാബിയിലെ ആശുപത്രിയിൽ തീവ്ര പരിചരണത്തിലാണ്. പടച്ച റബ്ബ് അവരെ കാക്കട്ടെ. എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി സലാമത്താക്കി കൊടുക്കട്ടെ. ആ മക്കളുടെ മരണം അവരെങ്ങനെ സഹിക്കും പടച്ച റബ്ബേ? ഇതുപോലൊരവസ്ഥ ഒരു കുടുംബത്തിലും നീ വരുത്തല്ലേ റബ്ബേ. നമ്മളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ റബ്ബേ. നമ്മുടെ മക്കളിൽ മേൽ ശിക്ഷ കൊടുക്കല്ലേ റബ്ബേ. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 മക്കളും ചികിത്സയിലാണ്. പടച്ച റബ്ബേ, എത്രയും പെട്ടെന്ന് ആ ചികിത്സയിലായിരിക്കുന്നവർക്ക് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. കഴിഞ്ഞ 17 വർഷമായിട്ട് അബ്ദുൽ ലത്തീഫും കുടുംബവും അബുദാബിയിലായിരുന്നു താമസിച്ചിരുന്നത്. മരണപ്പെട്ട ബുഷറ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവരുടെ വീട്ടിലെ ആയയായി ജോലി ചെയ്തു വരികയായിരുന്നു. ബുഷറ 2 മാസം മുമ്പ് നാട്ടിൽ പോയി തിരിച്ചു വന്നതേയുള്ളൂ. ഇവരുടെ മയ്യത്ത് അബുദാബിയിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മയ്യത്ത് അവിടെ തന്നെ UAEയിൽ തന്നെ നടത്താനാണത്രേ ബന്ധുക്കളുടെ തീരുമാനം. ഈ അപകടത്തിൽ പരിക്കേറ്റത് മക്കളുടെ മാതാപിതാക്കളായ അബ്ദുൽ ലത്തീഫും ഉമ്മ റുക്സാനയുമാണ്. പിന്നെ മറ്റു 2 മക്കളും.
പടച്ച റബ്ബേ അവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിന് നീ കാക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. അപകടത്തിൽ പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. മരണപ്പെട്ടവരാണ്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.